സർ, ലോകരാജ്യങ്ങൾക്കിടയിൽ വല്ലാത്തൊരു ഭിന്നത അല്ലെങ്കിൽ യുദ്ധക്കൊതി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നേയില്ല. അതിനിടയിൽ ഗാസയിൽ നടക്കുന്ന വിഷയം, ഇസ്രയേലിന്റെ വിഷയം, ഇതൊക്കെ നമുക്കറിയാം. ചെങ്കടലിലൂടെ കപ്പലുകൾ നേരാംവണ്ണം പോകുന്നില്ല. ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നു. നാറ്റോ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഈ ലോകത്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിൽ നിന്ന് ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ്ങിന്റെ ഒരു പിന്മാറ്റം അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്. 2027 മറ്റെന്തോ ഒന്നിന് ചൈന വലിയ പദ്ധതി തയ്യാറാക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു മൂന്നാം ലോക മഹായുദ്ധം നേരിടാൻ നമ്മുടെ ലോകം സജ്ജമായിക്കൊണ്ടിരിക്കുകയാണോ? അതിന്റെ ഒരു പ്രിപ്പറേഷൻസ് എവിടെയെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടോ? അത്തരത്തിലേക്ക് സംശയിച്ചാൽ തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുമ്പം കുറെ ആൾക്കാർ കീഴിൽ വന്നിട്ട് നമ്മളെ കളിയാക്കി പറഞ്ഞു മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇപ്പം എല്ലാ രാജ്യങ്ങളും ഒരുപക്ഷെ നീതു പറഞ്ഞതുപോലെ ഒരു തയ്യാറെടുപ്പാണ്. അത് ഫ്രാൻസിന്റെ കാര്യമായാലും ബ്രിട്ടന്റെ കാര്യമായാലും നാറ്റോ രാജ്യങ്ങളുടെ പ്രസ്താവനകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഏറ്റവും അവസാനം ഇപ്പൊ ചൈന തായ്വാൻ പിടിക്കാൻ പോകുന്നു, അതിന് തയ്യാറെടുക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്ത അനുസരിച്ച് തായ്വാനെ വളഞ്ഞ് ഏതാണ്ട് 60ഓളം വിമാനങ്ങൾ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കപ്പലുകൾ ആ തായ്വാനെ ലക്ഷ്യമാക്കി നങ്കൂരമിട്ടിരിക്കുന്നു, അടുക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അപ്പൊ ഈ തായ്വാനെ ലക്ഷ്യം വെച്ച് ചൈന വളരെ കാലേ ഇങ്ങനെ, അല്ലെങ്കിൽ തായ്വാൻ ഞങ്ങളുടെ ഭാഗമാണ്, തായ്വാനെ ചൈന പിടിക്കും എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളും ആ ലക്ഷ്യം ചൈനയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ വളഘട്ടങ്ങളിലും തായ്വാന്റെ അതിർത്തി കടന്ന് ഡ്രോണുകൾ അല്ലെങ്കിൽ എപ്പോഴും സംഘർഷം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഏത് സമയം സംഭവിപ്പിക്കും എന്നുള്ള രീതിയിലേക്ക് തായ്വാനെതിരെ ചൈനയുടെ നീക്കങ്ങൾ നടക്കാറുണ്ട്. കാശ്മീരിൽ പാകിസ്ഥാൻ ചെയ്യുന്ന അതേപോലെ തന്നെ. അപ്പൊ തായ്വാനെ സംരക്ഷിച്ചു പോകുന്നത് അമേരിക്കയാണ്. അപ്പം അമേരിക്ക ആ രീതിയിൽ തായ്വാന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു യുദ്ധം തായ്വാനുമായിട്ട് ചൈന തുടങ്ങിയാൽ ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഏറ്റെടുക്കും, അല്ലെങ്കിൽ അതിനുശേഷം നാറ്റോ രാജ്യങ്ങൾ ഏറ്റെടുക്കുമെന്നും നമുക്കറിയാം. അപ്പം ഈ 2027 ഒരുപക്ഷെ ഷീ ജിൻപിങ്ങിന്റെ നിലനിൽപ്പിന് വേണ്ടി തായ്വാൻ പിടിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാറ്റത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത അത് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത്, തായ്വാൻ പിടിക്കാൻ ചൈന ശ്രമിച്ചാൽ അമേരിക്ക ഇടപെടും, നാറ്റോ രാജ്യങ്ങൾ ഇടപെടും. ആ ഭാഗത്ത് അങ്ങനെ ഇടപെടുന്ന ഒരവസ്ഥ വരുമ്പോൾ ചൈനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ റഷ്യ ഇടപെടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റഷ്യ ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന്റെ വിഷയം വെച്ചിട്ട് യുക്രൈനെ വിഷയത്തിനകത്ത് റഷ്യ കയറി അടിക്കാൻ സാധ്യതയുള്ളത് യുക്രൈനെ സഹായിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു പോളണ്ടിനെ ആയിരിക്കുന്നു. പക്ഷെ പോളണ്ടിനെ അടിക്കാൻ സാധ്യതയില്ല. ഈ ഫ്രാൻസ്, ബ്രിട്ടൻ, ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അടിക്കാനാണ് സാധ്യത. അതിനകത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ആ യൂറോപ്യൻ രാജ്യങ്ങളെ, അല്ലെങ്കിൽ ഈ നാറ്റോ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ റഷ്യ ഇപ്പൊ പെടുത്തിയിരിക്കുകയാണല്ലോ. റഷ്യയെ യുദ്ധത്തിനകത്ത് പെടുത്തി റഷ്യയെ നശിപ്പിക്കുന്നതിനും സാമ്പത്തികമായിട്ട് പുറകോട്ട് കൊണ്ടുപോകുന്നതിനും, അല്ലെങ്കിൽ റഷ്യ എന്ന പറയുന്ന രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി ആ രാജ്യം ലോക നിലവാരത്തിലേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഒരു തന്ത്രമാണ്. അപ്പം അതേ തന്ത്രം തന്നെ ഈ പറയുന്ന റഷ്യയും അവലംബിക്കാൻ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ ഒരു യുദ്ധം ഉണ്ടാക്കി ആ യുദ്ധത്തിനകത്ത് ഈ നാറ്റോ രാജ്യങ്ങളെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും വന്നു കഴിഞ്ഞാൽ, യുദ്ധത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നാശനഷ്ടങ്ങൾ ഉണ്ടാകും. നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എക്കണോമിക്കൽ ഗ്രോത്തിനെ ബാധിക്കും, രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കും, ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനത്തെ ബാധിക്കും. അപ്പം ഈ പറയുന്ന റഷ്യയുടെ അവസ്ഥ ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയൊക്കെ ആക്രമിക്കും എന്ന് റഷ്യ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ പലവട്ടം പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മറ്റ് ഈ ബ്രിട്ടൻ പോലെയും അല്ലെങ്കിൽ ഫ്രാൻസ് പോലെയും ഉള്ള രാജ്യങ്ങൾ കരുതിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ, അല്ലെങ്കിൽ അവിടെ ആ രാജ്യത്ത് ഈ പറയുന്നത് പോലെ ചെറുപ്പക്കാർക്കും മറ്റു പലർക്കുമൊക്കെ പരിശീലനം കൊടുക്കുന്നു, അല്ലെങ്കിൽ ബങ്കറുകൾ സൃഷ്ടിക്കുന്നു. അത്തരത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ് വളരെ വിശാലമായിട്ട് കഴിഞ്ഞു. അപ്പം ഈ സമയം തന്നെയാണ്
ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചൈനയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ ജയശങ്കർ അവിടെ പോകുന്നു, സംസാരിക്കുന്നു. അപ്പൊ അവർ തമ്മിൽ പറയുന്നു നമുക്ക് ഈ താരിഫിന്റെ വിഷയം വെച്ച് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള അതിർത്തി വിഷയങ്ങളിൽ നമുക്ക് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകണം, അത്തരത്തിൽ മുന്നോട്ട് പോയാൽ മാത്രമേ മറ്റു പലതിനെയും അതിജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു കൃത്യമായ സൗഹൃദം കൊണ്ടുവരുന്നതിന് വേണ്ടി ചൈന തയ്യാറാകുന്നു. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള നല്ല സൗഹൃദത്തിന് വേണ്ടി ഇന്ത്യക്കും ഈ പറയുന്നത് പോലെ ചൈനയുമായിട്ട് ഒരു നല്ല സൗഹൃദം വന്നു കഴിഞ്ഞാൽ മറ്റു പല ഈ അമേരിക്ക പോലെയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലെയും ഉള്ളവരുടെ തെട്ടൂരത്തിന് പൂർണ്ണമായിട്ടും നിന്നുകൊടുക്കാതെ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള രണ്ടുപേരും കൂടെ കൂടിയാലോചിച്ച് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയായിട്ട് നമ്മൾ പോകുന്നത്. ചൈനയുടെ മനസ്സിലിരിക്കുന്നതും ചൈനയുടെ ഭാഗം എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. അതായത് ചൈനയുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ്, ചൈനയുടെ ഇപ്പോഴത്തെ നീക്കം അനുസരിച്ച് ഈ രീതിയിലുള്ള ഒരു സൗഹൃദം ഇന്ത്യയുമായിട്ട് സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ടത്, അല്ലെങ്കിൽ ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഒരു യുദ്ധം തായ്വാനുമായിട്ടുണ്ടായാൽ, അതായത് തായ്വാൻ ഈ പറയുന്നത് പോലെ യുദ്ധം ഉണ്ടാകുമെന്ന് കണ്ട് സൈനിക അഭ്യാസം അമേരിക്ക ഉൾപ്പെടെയുള്ളവരുമായിട്ട് തായ്വാനകത്ത് നടത്തുകയും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം മിസൈൽ വിന്യസിക്കുകയും, അതായത് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇന്നലത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ അതിർത്തി രേഖകൾ ഈ 60 വിമാനങ്ങളിൽ 39 കടന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അതിർത്തി കടക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിരിക്കുന്നു, അതേ പ്രതിസന്ധിയിൽ നിൽക്കുന്നു, യുദ്ധത്തിന് തയ്യാറായി വരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന തായ്വാന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത്, ഇതുപോലെ ഒരു യുദ്ധം ഏത് സമയവും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ, ആ യുദ്ധം ഈ പറയുന്ന ലോകത്തുടനീളം വ്യാപിക്കാൻ സാധ്യതയുള്ളപ്പോൾ ഇന്ത്യയെ പോലെ ഉള്ള ഒരു രാജ്യം, അതിർത്തിയുള്ള ഒരു രാജ്യം, ചൈനയുമായിട്ട് അതിർത്തിയുള്ള ഒരു രാജ്യം, ആ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സൗഹൃദത്തിൽ അല്ലെങ്കിൽ പല അതിർത്തികളെയും കടന്നാക്രമിക്കാൻ ഇന്ത്യ ശ്രമിക്കുമോ എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടി ആണോ ഈ പറയുന്നത് പോലെ നമ്മളുമായി ഇതുവരെ ഇല്ലാത്ത ഒരു സൗഹൃദത്തിന് വേണ്ടി ചൈന ശ്രമിക്കുന്നത് എന്നൊരു ആശങ്ക ലോക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇനിയും ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോവാതെ, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് കൂടിയാലോചിച്ചു പോകാതെ പല ബാനുകളും നാളെ കാലത്തെ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു രാജ്യമായിട്ടുള്ള ചൈനയ്ക്ക് അവരുടെ മാനുഫാക്ചറിങ്ങിനെ ഈ പറയുന്ന ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം വേണ്ടി വരും. അതുകൊണ്ട് ആണോ എന്ന് കൂടി അറിയത്തില്ല. അതായത് ഇപ്പോഴത്തെ ചർച്ച തായ്വാനെ ആക്രമിക്കാൻ ഏതവസരത്തിലും തയ്യാറായിരിക്കുന്ന ചൈന, അതിനുള്ള യുദ്ധ സാമഗ്രികൾ എല്ലാം തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ചൈന, ഇത് മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്കയുമായിട്ട് കൂട്ടിച്ചേർന്ന്, ജപ്പാനുമായിട്ട് കൂട്ടിച്ചേർന്ന്, അല്ലെങ്കിൽ ഫിലിപ്പീൻസുമായിട്ടൊക്കെ കൂട്ടിച്ചേർന്ന് കൂടിയാലോചനയിലൂടെ, അല്ലെങ്കിൽ അവരും ഇതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ ഒരു യുദ്ധം തായ്വാനെ ആക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തായ്വാനെ സഹായിക്കാൻ വരുന്ന ഒരവസ്ഥ. ആ അവസരത്തിൽ റഷ്യ, ഇവർക്ക് ഇടയിൽ റഷ്യ ഈ പറഞ്ഞതുപോലെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പകപോക്കൽ എന്ന പോലും യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കാനും, ഒരുപക്ഷെ ഇന്ത്യ അവസരം മുതലാക്കി പാകിസ്ഥാനെ ആക്രമിക്കാനും, അതുപോലെ തന്നെ ഈ പറയുന്ന ഇറാൻ യുറേനിയം അവരുടെ കയ്യിലുണ്ട്, ഏതവസരത്തിലും ഇറാനെ വീണ്ടും ആക്രമിക്കാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇസ്രായേൽ എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇന്നലെയും ഖമേനി വീണ്ടും ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥയില്ല, ഏതവസരത്തിലും തീർക്കും, ആ രാജ്യം ഇല്ലാതാകുന്നതും വരെ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന് പറഞ്ഞിട്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ പറഞ്ഞാൽ ഒരു യുദ്ധം ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരുപക്ഷെ ഇന്ത്യ ചൈനയല്ല, തായ്വാൻ ചൈനയെ പിടിച്ചടക്കാൻ ശ്രമിച്ചാൽ ആ യുദ്ധം ലോകവ്യാപകമായിട്ട് അല്ലെങ്കിൽ ലോകത്തുടനീളം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് ദക്ഷിണ കൊറിയ ഈ പറയുന്ന പോലെ അമേരിക്ക ഇടപെടുമ്പോൾ അമേരിക്കക്കെതിരെ ഇടപെടാൻ സാധ്യതയുണ്ട്. അപ്പം ആരൊക്കെ ആരെ അടിക്കും എന്നുള്ള കാര്യം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഈ പറയുന്നത് പോലെ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ഒരു നീക്കം വേണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാകാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്ലാഷ് ഉണ്ടായി. പിന്നെ ചൈനയെ സംബന്ധിച്ചോളം ചൈന വളരെ കരുതലോടുകൂടി ഇടപെടത്തുള്ളൂ. കാരണം ഒരു യുദ്ധം ചൈനയ്ക്കെതിരെ വന്നാൽ ചൈനയ്ക്ക് അകത്തുണ്ടാകുന്ന നാശനഷ്ടം ചൈനയെ വളരെ പുറകോട്ടടിക്കും, അത് എല്ലാ രാജ്യങ്ങളെയും പുറകോട്ടടിക്കും. എന്നാലും പൊട്ടിപ്പുറപ്പെട്ടാൽ, ഒരു കണക്കുകൂട്ടൽ പിഴച്ചാൽ ഈ യുദ്ധം ലോകം മുഴുവൻ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് അനുസരിച്ച് വേണമെന്നില്ല യുദ്ധമുണ്ടായാൽ രാജ്യങ്ങൾ ചേരി തിരിയാൻ. നേരത്തെ സാഹചര്യം അനുസരിച്ച് പല രീതിയിലുള്ള ചേരിതിരിവിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ
ഈ പറയുന്നത് പോലെ 60ഓളം വിമാനങ്ങൾ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിർത്തി ഒരു പരിധിവരെ കടന്നിരിക്കുന്നു എന്ന് തായ്വാൻ പറയുമ്പോൾ, തായ്വാനകത്ത് നഗരങ്ങളിൽ ഉൾപ്പെടെ മിസൈലുകൾ ചൈനയ്ക്കെതിരെ വിന്യസിച്ചിരിക്കുമ്പോൾ, തായ്വാനകത്ത് അമേരിക്കയുമായിട്ട് സൈനിക അഭ്യാസം നടത്തുമ്പോൾ, ജപ്പാൻ കൂടെ നിൽക്കുമ്പോൾ, ഫിലിപ്പീൻസ് കൂടെ നിൽക്കുമ്പോൾ, ഈ പറയുന്ന ഇന്ത്യയുമായിട്ടൊരു സൗഹൃദം, ഇന്ത്യയെ അനുനയിപ്പിച്ച് നിൽക്കാൻ വേണ്ടി ചൈന ശ്രമിക്കുന്നത് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ്. ആ യുദ്ധം ഏതൊക്കെ രീതിയിലേക്ക് വഴിത്തിരിയും, അല്ലെങ്കിൽ ആരൊക്കെ അതിനകത്ത് ഇടപെടും എന്നുള്ളത് യുദ്ധം ഉണ്ടായാൽ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അതൊരു ലോകമഹായുദ്ധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനുവേണ്ടി ലോകങ്ങൾ തയ്യാറെടുക്കുന്നു. ഒരുപക്ഷെ യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ ലോകത്തിനുണ്ടാവും. പക്ഷെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായാൽ യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാ രാജ്യങ്ങൾ എന്ന് ഇപ്പോഴത്തെ ഒരു കോപ്പുകൂട്ടലിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനകത്ത് രാജ്യങ്ങൾ മത്സരിക്കുന്നതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും. യെസ്, എന്തായാലും പ്രശാന്ത് സാറ് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ്. നമ്മുടെ ഈ വീഡിയോകൾ, നമ്മൾ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ താഴെയൊക്കെ നിരന്തരം വന്ന് പറയുന്ന ചില കമന്റുകളുണ്ട്. 3ാം ലോക മഹായുദ്ധം അതൊക്കെ വെറും സ്വപ്നമാണ്, അല്ലെങ്കിൽ വ്യാമോഹമാണ്, അങ്ങനെയൊക്കെ. അങ്ങനെ ഒരു യുദ്ധം നടക്കരുതേ എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. പക്ഷേ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ ലോക രാജ്യങ്ങൾ തമ്മിൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോവുകയാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഇറാൻ ഇസ്രയേൽ പ്രശ്നമുണ്ട്, ഉക്രൈൻ റഷ്യ പ്രശ്നമുണ്ട്, അതേപോലെ ചൈനയും തായ്വാനും തമ്മിലുള്ള ഒരു വിഷയമുണ്ട്, ഇതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വിഷയമുണ്ട്. അങ്ങനെ ലോകത്തുള്ള നിരവധി രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധം നടക്കുന്ന റഷ്യ ഉക്രൈൻ പോലെ, അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രയേൽ വിഷയം പോലെയൊക്കെയുള്ളവയുണ്ട്. ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇനി ലോകം വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകില്ല എന്ന് കണക്ക് കൂട്ടാൻ ഒരിക്കലും സാധിക്കില്ല. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.